ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ വീഡിയോ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വേണമെന്നുള്ളവർ അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രുക്മിണി സാന്ത്വനം. രുക്മിയുടെ മരണം രുക്മിണിയെ വല്ലാതുലച്ചു. അപ്രതീക്ഷിതമായ ആ സംഭവം വിദർഭകുമാരിക്ക് താങ്ങാവുന്നതിലും വലുതായിരുന്നു. രുക്മിയുടെ പൗത്രിയെ അനിരുദ്ധൻ വേളി കഴിച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതി വസിക്കുകയായിരുന്നു രുക്മിണി. എല്ലാവരും ഭോജകടത്തിലെത്തി ഉത്സവം പോലെ താമസിച്ചപ്പോൾ സന്തോഷം കൊണ്ട് രുക്മിണി മതിമറന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് കലങ്ങി മറിഞ്ഞു. ആ കലിംഗനായിരുന്നു ശകുനിയായി വന്നത്. ദ്യൂതം എന്നും നാശം വരുത്തുമെന്ന് കുരുക്ഷേത്ര യുദ്ധം തെളിയിച്ചതാണ്. ആ ചൂതു തന്നെ വീണ്ടും വിനാശമായി വന്നു ഭവിച്ചു. ബലഭദ്രൻ്റെ താടനമേറ്റ് ശകലിതമായ ശിരസ്സുമായി കിടക്കുന്ന കൂടപ്പിറപ്പിനെ ഒരു പ്രാവശ്യമേ രുക്മിണി നോക്കിയുള്ളൂ. ആ രംഗം മനസ്സിൽ ബീഭത്സമായി നിൽക്കുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കലിംഗനെ കണ്ടപ്പോൾ മനസ്സിൽ അറപ്പ് നിറഞ്ഞു. ഈ ദുരന്തം അവനാണല്ലോ വരുത്തിവെച്ചത്. മാധവൻ പറഞ്ഞ സാന്ത്വന വാക്കുകൾ മനസ്സിൽ വേദവാക്യം പോലെ നിൽക്കുകയാണ്. എല്ലാം മറക്കുവാൻ ശ്രമിച്ചിട്ടും ആവുന്നില്ല. എന്താണാവോ മറക്കുവാൻ ഒരുങ്ങുന്നത്, അത് തന്നെ തികട്ടി വരുന്നു. പക്ഷേ മറക്കണം, മറന്നേ മതിയാവൂ. വിദർഭകുമാരി ഏകാന്തതയിലേക്ക് വലിഞ്ഞിരുന്നു. സ്വയം സാന്ത്വനം നടത്തി. രുക്മിണിയുടെ മാറ്റം മാധവൻ ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയും രുക്മിണിയെ ആശ്വസിപ്പിക്കണമെന്ന് മാധവൻ ഉറച്ചു. അവളുടെ മനസ്സിലേറ്റ മുറിവ് ഉണക്കണം. അതിനുള്ള വഴിയും മാധവൻ കണ്ടുവച്ചു. ദ്വാരകയിലെ കേശവൻ്റെ അന്തഃപുരം. രുക്മിണി കാന്തൻ്റെ ചെന്താരും തോൽക്കുന്ന പാദങ്ങളും മടിയിലേറ്റി പൂങ്കൈകളാൽ തടവുകയാണ്. കപടശാലിയായി കൃഷ്ണൻ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. രുക്മിണിയാകട്ടെ ആ തൃപ്പാദങ്ങൾ തടവിക്കൊണ്ടേയിരുന്നു. സമുദ്രത്തിൽ നിന്നും വാരിയെടുത്ത കുളിരുമായി ഇളം കാറ്റ് വാതായനം വഴി വന്ന് അവരെ പൊതിഞ്ഞു. രുക്മിണി ഇതൊന്നും അറിഞ്ഞില്ല. ജ്യേഷ്ഠനുമൊത്ത് വിദർഭയിൽ ക്ഷിപ്രാ നദിയുടെ കരയിൽ ബാല്യകാലത്ത് ഓടി നടന്നു കളിച്ച രംഗങ്ങൾ ഓർക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് കണ്ണു തുറന്ന് കേശവൻ എഴുന്നേറ്റു. അദ്ദേഹം ചോദിച്ചു, എന്താ രുക്മിണി, നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ? പോയി അല്പസമയം വിശ്രമിക്കൂ. കേശവൻ്റെ വാക്കുകൾ കേട്ട് ഓർമ്മകൾ കലിച്ച രുക്മിണി പറഞ്ഞു, വേണ്ട നാഥ, അങ്ങയുടെ വിശ്രമം എൻ്റെയും വിശ്രമമാണ്. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം. കേശവൻ പറഞ്ഞു. രുക്മിണി, പ്രാണവല്ലഭേ, എന്നോടുള്ള സ്നേഹം നിന്നോളം മറ്റാർക്കുമില്ലെന്ന് എനിക്കറിയാം. നീ ശ്രേഷ്ഠയും കുലീനയുമായ വിദർഭ രാജനന്ദിനി. ശ്രേഷ്ഠരും വിഖ്യാതരുമായ പല ഭൂപാലകരും നിന്നെ മോഹിച്ചു വന്നു. അവരെ എല്ലാം വെടിഞ്ഞ് തമസ്സിൻ്റെ നിറമാണ്ട കുലമഹിമയില്ലാത്ത കേവലം ഇടയനായ എന്നെ നീ വരിച്ചു. നിന്റെ സന്ദേശവാഹകനായ ബ്രാഹ്മണൻ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കണമായിരുന്നു. ഉടനെ എടുത്തു ചാടാതിരുന്നുവെങ്കിൽ ഈ ദുഃഖം നിനക്കിന്ന് അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. നിന്നെ ആഗ്രഹിച്ചെത്തിയ രാജകുമാരന്മാർ എല്ലാം എന്നേക്കാൾ ശ്രേഷ്ഠരും മഹിമയുള്ളവരുമായിരുന്നു. ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഉന്നതനായ ഒരു പാർത്ഥിവ ശിഖാമണിയുടെ പട്ടമഹിഷിയായി നീ ഇന്ന് വാഴുമായിരുന്നു. ഞങ്ങൾക്ക് രാജത്വമില്ല, രാജചിഹ്നമില്ല, രാജാക്കന്മാർ കൂടുന്നിടത്ത് സ്ഥാനവുമില്ല.
ജരാസന്ധനെ ഭയന്ന് അന്ന് ഈ കടലിൻ്റെ മധ്യത്ത് കണ്ട തുരുത്തിൽ വന്ന് അഭയം തേടിയെന്ന് മാത്രം. പക്ഷേ നിനക്ക് യാതൊരു സങ്കടവും അതിൽ കണ്ടില്ല. നിന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഞങ്ങളെ കുറവുകൾ നിരന്തരം കുത്തിപ്പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. ആ ചോതുകളി ദിവസം തന്നെ എത്ര കർണകഠോരമായിട്ടാണ് നിന്റെ ജ്യേഷ്ഠൻ സംസാരിച്ചത്. നിനക്കെന്തു തോന്നും എന്ന് കരുതി ഞാനൊന്നും മിണ്ടിയില്ല. നീ മറിച്ചൊന്നും കരുതുകയില്ല. പതിവ്രത ഭർത്താവിൻ്റെ കുറ്റം കാണുകയില്ല. നിന്റെ ജ്യേഷ്ഠൻ്റെ ആകൃതിക്ക് വൈരൂപ്യം വരുത്തിയപ്പോഴും നീ പരിഭവിച്ചില്ല. എന്നല്ല, പൂർവാധികം സ്നേഹത്തോടുകൂടി പെരുമാറി. ഒരു സ്ത്രീയും സഹിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ അനുഷ്ഠിച്ചത്. നിനക്കു ശേഷം 7 സ്ത്രീകളെ ഞാൻ വിവാഹം ചെയ്തു. എതിർവാക്കൊന്നും പറയാതെ നീ അവരെ സപത്നികളായി അംഗീകരിച്ചു. ഒരു തുള്ളി കണ്ണുനീരുപോലും നിന്നിൽ നിന്നും പൊഴിഞ്ഞില്ല. പരിഭവം കലർന്ന ഒരു വാക്കുപോലും നീ പറഞ്ഞില്ല. നരകാസുരൻ്റെ ബന്ധനത്തിൽ കിടന്ന യോഷമാരെ മോചിപ്പിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അവരെല്ലാം ദ്വാരകയിൽ താമസമായി. എന്നിട്ടും നിന്നിൽ നിന്ന് പരിഭവത്തിൻ്റെ ഒരു കണിക പോലും ഉയർന്നില്ല. കല്യാണവേളയിലുണ്ടായ നിന്റെ മുഖത്തെ പ്രസന്നത ഇന്നും അവിടെ കളിയാടുന്നു. ഇത്രയും ഉത്തമയായ ഒരു ഭാര്യയെ ലഭിച്ച ഞാൻ മഹാഭാഗ്യവാൻ തന്നെ. രുക്മിണി, ഞാൻ എന്നും ജീവിതത്തിൽ നിസ്സംഗനാണ്. മറ്റുള്ളവരുടെ സുഖമാണ് എൻ്റെ ഐശ്വര്യം. അതറിഞ്ഞ് പെരുമാറുന്ന നിന്നെ എങ്ങനെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും എനിക്കറിയുകയില്ല. പ്രിയേ, നിന്റെ ദുഃഖം എനിക്കറിയാം. ജ്യേഷ്ഠ സഹോദരനെ നീ എത്ര സ്നേഹിച്ചിരുന്നുവെന്നും എനിക്ക് ബോധ്യമുണ്ട്. മരണം ആർക്കും തടയുവാനാവുകയില്ല. അത് വിധിവിഹിതമാണ്. വരേണ്ടത് വന്നു തന്നെ തീരും. നീ ദുഃഖം മറക്കുക. അടുത്ത ദിവസങ്ങളിൽ നിന്റെ മനസ്സിന് വന്ന മാറ്റം എനിക്കറിയാം. സദാ പ്രസരിപ്പുള്ള നിന്റെ വദനത്തിൽ കാർമേഘങ്ങൾ ഇഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. സഹോദരൻ്റെ മരണം രുക്മിണിയുടെ ഹൃദയത്തിൽ കനത്ത മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് കേശവൻ അറിയാം. അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് മാധവൻ ഇത്രയും സ്നേഹമസൃണമായി സംസാരിച്ചത്. രുക്മിണി സ്നേഹബാഷ്പത്തോടെ പറഞ്ഞു, പ്രഭോ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ഗ്രഹിച്ചു. എൻ്റെ മനസ്സിൽ കഠിനമായ ദുഃഖമുണ്ടായിരുന്നുവെന്നത് സത്യം തന്നെയാണ്. രുക്മിയെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ ദുഷ്ടനും ധിക്കാരിയുമാണ്. കലിംഗൻ്റെ പ്രലോഭനത്തിലാണ് ഇതെല്ലാം ഭവിച്ചത്. എല്ലാം മറക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. അങ്ങ് എന്നെ വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ ഞാൻ ഒരു രാജാവിൻ്റെയും പത്നിസ്ഥാനം അലങ്കരിക്കേണ്ടി വരികയില്ലായിരുന്നു. ആ വിവാഹ ദിവസം തന്നെ യമപുരിയിൽ സുഖമായി ഞാൻ എത്തിച്ചേരുമായിരുന്നു. ദേവാ, അവിടുത്തോട് എനിക്കുള്ള വികാരം സ്നേഹമല്ല, ഭക്തിയല്ല, കാമമല്ല, രാഗമല്ല. ഇതെല്ലാം ചേർന്ന നാമമില്ലാത്ത ഒന്നാണ്. എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ ഈ സാധു കുഴങ്ങുന്നു എന്ന് മാത്രം. പൂർണ്ണമായ സ്നേഹത്തിൽ പരിഭവം എവിടെ? എല്ലാം ഉൾക്കൊള്ളുന്ന അവസ്ഥയാണിത്. അങ്ങയുടെ കർമ്മത്തിൽ പരിഭവം കൊള്ളുവാൻ എനിക്കെങ്ങനെ കഴിയും? നമ്മൾ ഭേദ്യരല്ലല്ലോ. അഭേദ്യതയിൽ രണ്ടെന്ന അവസ്ഥയില്ല. എന്നിൽ സംശയം തോന്നരുതേ. ഇങ്ങനെ പറഞ്ഞ് നിറമിഴികളോടെ രുക്മിണി കേശവൻ്റെ കാൽപാദത്തിൽ നമസ്കരിച്ചു. മാധവൻ പ്രിയതമയെ ആശ്ലേഷിച്ചു. വികാരവിചാര സമുദ്രങ്ങൾ ഏകമായി. തിരമാലകൾ ശാന്തമായി. ഇളം കാറ്റ് തണുപ്പുമായി സമുദ്രത്തിന് മുകളിൽ പരന്നു നിന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് കൃഷ്ണകുമാരി. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നിവ ചെയ്യുക. താങ്ക് യു.